അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അവർക്ക് പ്രസിഡൻ്റ് ആവാനൊക്കെ മോഹം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ മോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പരിഗണന അവർക്ക് കൊടുത്തില്ല. പ്രത്യേകിച്ചും സുരേന്ദ്രനും വി മുരളീധരനും. ആ പരിഗണന കിട്ടാതിരിക്കുന്ന ഒരു സമയത്താണ് പിന്നെ കേന്ദ്രത്തിൻ്റെ ഒരു മാനദണ്ഡം അനുസരിച്ചും ഒരു സ്ത്രീ എന്ന നിലയിലും ഒരു ശക്തമായ ഒരു ലേഡിയാണ്. അപ്പോൾ അവർക്കൊരു സീറ്റ് കൊടുത്തത് അത് ആലപ്പുഴ കൊടുത്ത് ആലപ്പുഴ ഇളക്കി മറിച്ച് നല്ല രീതിയിൽ വോട്ടും കിട്ടും, ജയിക്കില്ലെങ്കിലും. പക്ഷേ എങ്കിലും ഈ പറഞ്ഞ അതിൻ്റെ ഇടയ്ക്ക് ഈ നാക്കിൽ വന്ന ഗുളികനാണ് ശോഭാ സുരേന്ദ്രനും ബി ജെ പി ആയിട്ട് വീണ്ടും ഉടക്കിലേക്ക് പോകുന്നത്. ഇതിനെയൊന്നും രക്ഷിക്കാനൊന്നും ആരും ചിലപ്പം ഈ കാണത്തില്ല, വന്ന് നിൽക്കത്തില്ല. ഒരു പരിഹാരമാർഗം ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. കാരണം ദേശീയ പാർട്ടിയായ ബി ജെ പിക്ക് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങളൊക്കെ വന്ന് ഈ നന്ദകുമാറിൻ്റെ വിഷയങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ഒന്നും പറയാനില്ലാത്തൊരു കണ്ടീഷനിൽ കൊണ്ടുപോകാനേ പറ്റൂ.